അപ്പോൾ അതേ പൂമല ഡാമിലേക്കുള്ള എൻട്രൻസ് വഴി ഇതാണ് കേട്ടോ, താഴത്തേക്ക് വനം. ബോട്ടിംഗ് സർവീസ് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഭാഗത്തായിട്ട് താമരയും ആമ്പലും മിക്സായിട്ട് അതിമനോഹരമായിട്ട് ഒരു കാഴ്ച നമുക്ക് കാണാം. അതുപോലെ ആ ഒരു സൈഡിൽ നമുക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക് മോഡൽ അതുകൊണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പൂമല ഡാമിൽ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് വരും. അപ്പോൾ അതേ ഒരു ഫാമിലി ഇവിടെ ബോട്ടിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ പൂമല ഡാമിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കമോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇത് തൃശ്ശൂർ ജില്ലയിൽ വരുന്നൊരു ഡാമാണ്, പൂമല ഡാം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസിലും ഇൻസ്റ്റയിലും ഒക്കെ കണ്ട് ഞങ്ങളും ഈ പൂമല ഡാമിലെത്തിയതാണ്. ഇവിടെ കാണാനൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം, ബോട്ടിങ്, ഇങ്ങനെ ഈ ഫോറസ്റ്റിൻ്റെ ഒരു മൂടൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ഈ പൂമല ഡാമിലേക്ക് എത്തേണ്ടതാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാൻ. അപ്പോൾ ആദ്യമേ എല്ലാ പ്രേക്ഷകരോടും പറയട്ടെ, ഞങ്ങളുടെ ചാനൽ ചൂടൻ്റെ കാന്താരി ലൈഫ് എന്നാണ്. അപ്പോൾ എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ പൂമല ഡാമിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അതുപോലെ ഇതിൻ്റെ താഴെയാണ് നമ്മൾ ആ പറഞ്ഞ ആ വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം വെള്ളം കുറവാണ്. ഈ കാണുന്നിടത്താണ് ഞാൻ ആ പറഞ്ഞ വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തിരിക്കണത് അവർ. ഈ താഴത്തൊക്കെ നല്ല രസമാണ് പോയിരിക്കാനും. എന്താ പറയണത്, നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഷട്ടർ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ആ വെള്ളത്തിൻ്റെ ഒരു ഇത് കുറവ് കാണിക്കണത്. അപ്പോൾ ഇത് തുറക്കുന്ന സമയത്താണ് നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഏരിയയിൽ നല്ല ഭംഗിയായിരിക്കുള്ളൂ കാണാനായിട്ട് വെള്ളം വരുന്നതിൻ്റെ ഇത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സെറ്റപ്പ്. ഇതാണ് നമ്മുടെ ഇവിടെ ഡാമിൻ്റേതെന്ന് പറയാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും പൂമല ഡാമിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഞങ്ങൾ പറയണത് നിങ്ങൾക്ക് അത്രക്ക് ക്ലിയർ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. മൈക്ക് വണ്ടിയിലാണ്, അതിൻ്റെ ചെറിയ അപാകതകളൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണതൊക്കെ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് എടുക്കുന്നതിൻ്റെതായ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പം അതൊക്കെ പിന്നീടുള്ള വീഡിയോയിലൊക്കെ ഞങ്ങൾ തിരുത്തി കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. ഓക്കെ.